ആന എനിക്ക് അങ്ങനെ കൂടി പ്രത്യേകത കൂടി ഞാൻ പറയാൻ ചോദിക്കാത്തൊരു ചോദ്യമാണ്. ഈ ആനകളൊക്കെ മരണപ്പെട്ടിട്ട് വാളയാർ അല്ലെങ്കിൽ കോടനാടൊക്കെ കൊണ്ടുപോയിട്ടുള്ളതൊക്കെ ഞാൻ തന്നെയാണ്, എൻ്റെ നേതൃത്വം തന്നെയാണ്. ഞാൻ മരണപ്പെട്ടാലും അതെല്ലാം പൂർത്തിയാക്കിയിട്ട് ഞാൻ പോരാറുള്ളൂ എന്ന് പറയാം. നമുക്ക് വളരെയേറെ അടുപ്പുള്ള ആൾക്കാർ ഉള്ള ആനയ്ക്കാണെങ്കിൽ ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തു പോരാ. പോസ്റ്റ്മോർട്ടത്തിന് എപ്പോഴെങ്കിലും കൂടെ നിൽക്കിട്ട് അതല്ലേ ഞാൻ പറഞ്ഞ ചില സമയത്ത് നമുക്ക് ഇത്രയും പ്രിയപ്പെട്ട ആനകളെ എന്തായാലും നിൽക്കും. ഞാൻ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന കൂട്ടത്തിലാണ് ഞാൻ നിൽക്കാറുണ്ട്. ഞാൻ നിന്നുണ്ട്. ശ്രീനിവാസൻ, കടമ്പാട്ട് ഗണപതി, അടിയാട്ട അയ്യപ്പനൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുള്ളത്. കൊണാർക്ക് ബിനോയേട്ടൻ്റെ ഗണപതി, എത്ര ആനകൾ, ഒരുപാട് ആനകൾ. ഇത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്? ഇപ്പോൾ ഈ ഒരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ രീതികൾ എന്ത് രീതി നമ്മൾ വെറുതെ പറയാമെന്ന് മാത്രം. ലോറിയിൽ കൊണ്ടുപോകണം, ആനയുടെ പുറകിലെ കാലിൽ കയറ് കിട്ടുന്ന ഒരു മരത്തിൽ കിട്ടുന്ന ലോറി അങ്ങോട്ട് എടുക്കുന്നു, ആന താഴേക്ക് വിടുന്നു. ഇപ്പോൾ കാലം ക്രെയിനിൽ പൊക്കി തുടങ്ങി. എന്നിട്ട് അവിടെ ഒരു നിശ്ചിത ഒരു ഏരിയ ഉണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാനും ദഹിപ്പിക്കാനൊക്കെ. അവിടെ നിർത്തി അവിടെ വെച്ച് മെഷീനുകൾ ഉപയോഗിച്ച് വെട്ടി പൊളിക്കുന്നു. ഇപ്പോൾ മരണകാരണം കണ്ടുപിടിക്കാനുള്ള സംഗതികളെല്ലാം എടുത്ത് മണ്ണുത്തി യൂണിവേഴ്സിറ്റി കൂടെ എടുത്ത് മാറ്റുന്നു. അവിടെ ബാക്കിയൊക്കെ പണിക്കാർ, ചേട്ടന്മാർ, സജി എന്നൊക്കെ പറഞ്ഞ ഒരാളാണ് കോടനാട്. എനിക്ക് ആളെയൊക്കെ അറിയാം. വാളയാറച്ച കുറച്ച് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുറച്ച് സുഹൃത്തുക്കളാണ് ചെയ്യാറുള്ളത്. ചെയ്ത് വൃത്തിയാക്കിയിട്ട് പോരും. 2-3 ദിവസമൊക്കെ കത്തും. കത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ ചാരം തിന്നാൻ വേണ്ടി കുറേ കാട്ടാനകൾ വരും. അവിടെ കാട്ടാന വരും. സ്നേഹമൊക്കെ നടക്കുമ്പോഴുണ്ടാവുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ സ്നേഹം ഉണ്ടാവില്ല എന്നല്ല, നമുക്ക് അങ്ങനെ ഭയങ്കര ഒരു ഈസി ആയിട്ട് എടുത്ത് വെക്കാനും ഇത് ചെയ്യാനൊന്നും പറ്റുന്ന ശരീരമല്ലല്ലോ. ഇത് പീസായിട്ടാണോ കത്തിക്കുന്നത്? ആദ്യം ഇവിടെ നിന്നൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ പീസായിട്ട് ലോറിയിൽ കയറ്റി കൊണ്ടുപോയി ചെയ്യാം. ഞാൻ അങ്ങനെ കൊണ്ടുപോയാണ് KKR പൽപ്പനാഭം എന്ന് പറഞ്ഞാൽ നല്ല ആനയായിരുന്നു. അവർ വീടായിട്ട് ഞാൻ വളരെയേറെ ബന്ധമുണ്ട്, ഇപ്പോഴും നല്ല ബന്ധമാണ്. അവർ വീട്ടിൽ കിടന്ന് മരണപ്പെട്ട് വീട്ടിൽ വെച്ച് തന്നെ പീസാക്കിയിട്ടാണ് മറ്റേ ലോറിയിൽ കയറ്റി കൊണ്ടുപോയി. ഞാൻ തന്നെയാണ് ഇതിനൊക്കെ നേതൃത്വം. ഞാൻ ചിന്തിച്ചതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, നല്ല പ്രസരിപ്പുള്ള കാലഘട്ടത്തിൽ കൂടെ നിന്ന് കടക്കലും ഫോട്ടോഗ്രാഫിലും മാത്രമല്ല, അല്ലാത്തപ്പോഴും നമ്മൾ എവിടെയും കൊണ്ട് അവസാനിപ്പിക്കണ്ടേ. അപ്പം ഞാനത് കൂടെ നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ പറ്റുമോ? ഓപ്പൺ ലോറിയിൽ ഇത്രയും പീസായിട്ട് എങ്ങനെ? അതൊക്കെ പണിക്കാരിൽ നിന്ന് കയറ്റണം. ക്രെയിനിലൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ JCB വെച്ച് പൊക്കി ഓരോ പീസായിട്ട് അതിന് ഉള്ളിൽ കയറ്റിയിട്ട് ടിപ്പറാണ് കൊണ്ട് തട്ടും. ഇപ്പം അങ്ങനെയല്ല ചെയ്യണം. ഇപ്പം പോസ്റ്റ്മോർട്ടം സ്പോട്ടിൽ തന്നെ ചെയ്യുന്നത്. ലോറിയിലുകൊണ്ട് ആനയുടെ ബോഡി അങ്ങനെ തന്നെ എടുത്ത് പൊക്കി അവിടെ വെച്ച് പിന്നെ അങ്ങനെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദുഷ്കരമായ രീതിയിലായിരുന്നു ആദ്യ സമയത്തൊക്കെ. ഒരു വഴിയില്ല, അത്രയും വലിയ ശരീരമല്ലേ, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? പണ്ട് ഇത് ചെയ്തിരുന്ന ആളെ തന്നെ മാടക്കത്ര ബേബി എന്ന് പറഞ്ഞ ആളും അദ്ദേഹത്തിൻ്റെ മക്കളായിരുന്നു. എനിക്കറിയാം. ഞാനൊക്കെ ചെറിയ പയ്യനെ പത്രത്തിലൊക്കെ നമ്മൾ അന്ന് വാർത്ത വരുമ്പോൾ നമ്മൾ എടുത്തു വയ്ക്കും. ആന ചിരിഞ്ഞു പോസ്റ്റ്മോർട്ടത്തിനായി സംസ്കരിക്കുന്നതിന് സഹായിക്കാൻ മാടക്കത്ര ബേബിയും മക്കളും വന്നുകൊണ്ട് പത്രത്തിലൊക്കെ വന്ന വാർത്തകൾ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അദ്ദേഹം മരിച്ചു എന്ന് തോന്നുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് മക്കളുണ്ടായിരിക്കാം. ഇപ്പം അത്ര ആവശ്യമില്ല. സാങ്കേതികമായി നമ്മൾ ഉപയോഗിക്കുന്ന കാരണം ക്രെയിനിൽ വെച്ച് പൊക്കി അവിടെ സ്പോട്ടിൽ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ മെഷീനറികളൊക്കെ കുറേശ്ശെ ഉപയോഗിച്ച് തുടങ്ങി കട്ട് ചെയ്യാനൊക്കെ. പിന്നീട് വരുന്നതിൻ്റെ നിയമപരമായിട്ടുള്ള ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അതിൻ്റെ റിപ്പോർട്ടൊക്കെ സാധാരണ നമ്മൾ മനുഷ്യരുടെ ഇടത്തായ എന്താണോ അതുപോലെ തന്നെ. അല്ലാതെ പിന്നെ ഫോറസ്റ്റിൻ്റെ ബാക്കിയുള്ള പേപ്പർ വർക്കുകൾ ഡോക്ടേഴ്സും പിന്നെ അനുബന്ധമായ കുറച്ച് ഡോക്ടർമാരെ പാനൽ തന്നെ ഉണ്ടാവും. അവർ ആ സംഗതികൾ ചെക്ക് ചെയ്യാൻ കൊടുത്ത റിപ്പോർട്ട് കിട്ടി അതനുസരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി നമുക്ക് തരും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമുക്ക് തരും. ഈ കൊമ്പുകളും കാര്യങ്ങളൊക്കെ ഫോറസ്റ്റ് കേരള ഓൺഷിപ്പുള്ള ആനകളാണെങ്കിൽ ഉടമസ്ഥന് വാങ്ങിക്കാൻ പറ്റും. അത് നിയമപ്രകാരം കുറച്ച് ചെയ്യേണ്ട ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റും. പാർമേകാവൊക്കെ വാങ്ങിച്ചല്ലോ. അതായത് അത് കൊമ്പ് മാറ്റിയിട്ടാണ് ബാക്കിയുള്ളത്. അതെ, അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ വരുന്നത്. അതെ.